നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ കിഴക്കൻ നഗരമായ ദമാമിൽ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കി അവരിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 13 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി സൗദി പോലീസ് അറിയിച്ചു. അറസ്റ്റിലായവരെല്ലാവരും ഏത് നാട്ടുകാരാണെന്ന് വ്യക്തമായതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആളുകളെ ഫോണിൽ വിളിച്ച് അവരുടെ ബാങ്ക് കാർഡുകൾ തകരാറിലാണെന്നും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും കാണിച്ച് തെറ്റായ സന്ദേശം നൽകിയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു സന്ദേശം. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടുവെന്ന വിവരം അറിഞ്ഞ് പരിഭ്രാന്തരായ ഇരകളിൽ അത് അൺബ്ലോക്ക് ചെയ്തു കിട്ടുന്നതിന് വേണ്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് നമ്പറും പിൻ നമ്പറും അടക്കമുള്ള വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി. ഇങ്ങനെ അക്കൗണ്ടുമായും ബാങ്ക് കാർഡുകളുമായും ബന്ധപ്പെട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അവ ഉപയോഗിച്ച് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുകയാണ് സംഘം ചെയ്യുന്നത്. പ്രതികളുടെ പക്കൽ നിന്ന് 28 മൊബൈൽ ഫോണുകളും 30 സിം കാർഡുകളും പോലീസ് കണ്ടെടുത്തു. തട്ടിപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചവരാണ് ഈ ഫോണുകളും സിം കാർഡുകളുമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എത്ര പേരിൽ നിന്ന് എത്രമാത്രം പണം സംഘം ഈ രീതിയിൽ തട്ടിയെടുത്തു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാനികളാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. പേര് വെളിപ്പെടുത്താതെ ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തിയാണ് ഇവർ ഇരകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തട്ടിയെടുത്തതെന്ന് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി കണ്ടെത്തിയതായി സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യക്തികളിൽ നിന്ന് മാത്രമല്ല സ്ഥാപനങ്ങളിൽ നിന്നും ഈ രീതിയിൽ സംഘം പണം തട്ടിയെടുത്തതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തുന്നതിനായി വ്യാജ ആശയവിനിമയ പ്രോഗ്രാമുകളും വെബ്സൈറ്റുകളുമാണ് സംഘം ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഫോൺ വിളികളുടെ ഉറവിടം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആശയവിനിമയം ശൃംഖല സൃഷ്ടിച്ചായിരുന്നു സംഘം ഈ തട്ടിപ്പുകൾ നടത്തിയത്. ദമാമിലെ ഒരു വീട്ടിലായിരുന്നു തട്ടിപ്പിനായുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സ്ഥാപിച്ചതെന്നും പോലീസ് കണ്ടെത്തി. ഇവിടെ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്ത ദമാമിലെ അറസ്റ്റുമായി ഈ റെയ്ഡിന് ബന്ധമുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. പിടിക്കപ്പെട്ട തട്ടിപ്പ് സംഘത്തിനെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സൗദി നിയമപ്രകാരം ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ 7 വർഷം വരെ തടവും പരമാവധി 5 ദശലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉപയോഗിച്ച കാറുകൾക്കായി ഓൺലൈൻ വ്യാജ ഓഫറുകൾ നൽകുകയും അതിലൂടെ നിരവധി ആളുകളിൽ നിന്ന് 60 ലക്ഷം റിയാൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത പൗരന്മാരുടെ ഒരു റാക്കറ്റിനെ തകർത്തതായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതായി ഒരു പ്രോസിക്യൂഷൻ ബ്രാഞ്ച് രൂപീകരിക്കുമെന്നും ജനുവരിയിൽ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരുന്നു.